കെ അനിൽകുമാർ കൂടി CPM നേതാവ് കൂടി നമുക്കുണ്ട്. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ NSSന്റെയും SNDPയുടെയും ഈ നിലപാട് പറച്ചിലുകൾക്ക് പിന്നിൽ? ശബരിമലയിൽ ഉൾപ്പെടെ നിലപാട് വിശദീകരിക്കുന്നതിന് പിന്നിൽ, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നതിന് പിന്നിൽ, സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് പിന്നിൽ? ഇത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞങ്ങൾ കാണുന്നില്ല. നിശ്ചയമായും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന മത സാമുദായിക സംഘടനകൾക്ക് ജനാധിപത്യപരമായ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നീതിപൂർവമായി പ്രവർത്തിക്കാണ് വേണ്ടത്. അതിലേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി അധികാരം പിടിക്കുക എന്ന തരത്തിലേക്കുള്ള ആഹ്വാനങ്ങളും ആഖ്യാനങ്ങളും ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ അത് സമൂഹത്തിൽ അന്തഛിദ്രമുണ്ടാക്കും. അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നത്. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കണം, പക്ഷേ വർഗീയത പ്രചരിപ്പിക്കുകയാണ്, പറയുകയാണ്, അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പോൾ CPMന്റെ LDFന്റെ ഉപകരണമായി വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ മാറരുത്, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ആ തരത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ തിരുത്തൽ അവിടെയും ആവശ്യമായി വരില്ലേ? അത്തരം ആവശ്യങ്ങൾ സ്വാഭാവികമായും CPMന് അഡ്രസ് ചെയ്യേണ്ടി വരില്ലേ? അല്ല, ഇപ്പോ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ KM ഷാജി. അദ്ദേഹമാണ് ഒരു പ്രസ്താവന നടത്തിയത്. 9.5 കൊല്ലമായി സമുദായം അധികാരത്തിലില്ല. മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് പിടിച്ചു വാങ്ങണമെങ്കിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരണം. UDFന്റെ അധികാരം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയുള്ള അധികാരമാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പറഞ്ഞത്. VD സതീശൻ അത് കേൾക്കില്ല. അത് കാരണം എന്താണ്? മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതൃത്വത്തിൽ അത്തരമൊരു ഏകീകരണം ഉണ്ടാകണം എന്നാണ് VD സതീശൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വർഗീയതയെ സ്വന്തം ശിരസിൽ ചൂടിക്കൊണ്ടാണ് VD സതീശൻ മറുഭാഗത്ത് ഇപ്രകാരമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് സമുദായ നേതൃത്വം, മത നേതൃത്വം ജനാധിപത്യപരമായി അവരുടേതായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ക്ഷമാപൂർവ്വം കേട്ട് അവരോട് നീതി പുലർത്തുക എന്നത് LDF നയമാണ്. LDF തുടരും. LDFന്റെ തുടർച്ചയ്ക്ക് ഈ ജനാധിപത്യപരമായ നീതി നിർവഹണത്തിന്റെ ഭാഗമായ ചുമതലകൾ നിർവഹിക്കപ്പെടുമ്പോൾ LDF തുടരും. ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ശരി, നന്ദി ശ്രീ കെ അനിൽകുമാർ. പ്രധാനപ്പെട്ട ഇരു സംഘടനകളുടെയും നിലപാട് അത് LDFന് അനുകൂലമായി വരുമ്പോൾ രാഷ്ട്രീയമായും അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് CPM നേതാക്കളുടെ വാക്കുകൾ. അതേസമയം ഈ നടക്കുന്ന ചർച്ചകൾ, പരാമർശങ്ങൾ അത് വർഗീയമായി ചേരിതിരിവുണ്ടാക്കും എന്ന വലിയ ആശങ്ക ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന പ്രസ്താവനകൾ, തിരുത്തപ്പെടാത്ത പ്രസ്താവനകളുമൊക്കെ ചർച്ചയാകുന്നുമുണ്ട്.